ആദ്യമേ എനിക്ക് തോന്നുന്നു നമുക്ക് TKM സ്കൂളാണ് നമുക്ക് ആദ്യമുള്ള TKM സ്കൂളിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള സുമൻ സാർ ഇവിടെ ഉണ്ട്. സാർ പറയൂ, എന്തൊക്കെയാണ് TKM സ്കൂളിലെ വിശേഷം? വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ക്ലോസ് ചെയ്തു, അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അഡ്മിഷൻ ഇനി TKM ഇല്ലല്ലേ സാർ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ അതായത് അഡ്മിഷൻ ഒരു ചെറിയൊരു വിഷമതേ ഉള്ളൂ. ഇപ്പോഴും ഭയങ്കരമായിട്ട് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മാക്സിമം കൈപിടിച്ച് കയറ്റാൻ നമുക്ക് ഇപ്പൊ തൽക്കാലം അവിടെ സീറ്റ്. അപ്പൊ LK സാർ, TKMൽ ഇനി കുട്ടികൾക്ക് ചേരാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എത്തിയത്. തൊട്ടടുത്ത് തന്നെ, അതായത് നമ്മുടെ MGM അല്ലേ കംപ്ലീറ്റ് ആയപ്പോൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MGM കൊട്ടാരക്കര ആരംഭിച്ചിട്ടുള്ളത്. MGM കൊട്ടാരക്കരയിലാണ് നമ്മൾ രണ്ടാമത്, അതായത് കൊല്ലത്ത് തന്നെ നമ്മൾ കൊട്ടാരക്കരയിലും എന്ത് ചെയ്തു, TKM കംപ്ലീറ്റ് ആയതോടുകൂടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞൊരു മാസമായിട്ടാണല്ലേ സാർ അഡ്മിഷൻ തുടങ്ങിയിട്ടുള്ളത്? എങ്ങനെയാണ് സാർ അതിന്റെ അഡ്മിഷൻ ഒക്കെ നടക്കുന്നത്? എങ്ങനെയാണ് കുട്ടികളെല്ലാം സാർ കാത്തിരിക്കുന്നത്? അതിനെ കുറിച്ച് ഒന്ന് പറയുക. വന്ദേ ഭാരതിനേക്കാൾ സ്പീഡിലാണ് അഡ്മിഷൻസ്, ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പം MGM സ്കൂൾ തുടങ്ങി ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ 70% സീറ്റ് അത്ഭുതകരമായി ഫില്ലായി എന്ന് തന്നെ പറയാം. അപ്പൊ ഇനി 30% സീറ്റ് 30% ഉള്ളൂ. അപ്പൊ കൊല്ലത്തുകാർ ഇനി സൈലം സ്കൂളിൽ പഠിക്കണമെങ്കിൽ പെട്ടെന്ന് തീരുമാനിക്കണം അല്ലെ? 2 ദിവസം കൊണ്ട് തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ കൊല്ലത്ത് പഠിക്കാൻ പറ്റില്ല. കൊല്ലം നമ്മളെ എത്രത്തോളം ഇരു കൈകളിലും സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ കൊല്ലത്തുകാർക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് ആദ്യമേ പറയുകയാണ്. നമ്മൾ ഇത്തവണ ആദ്യം സെന്ററും ആരംഭിച്ചു സാർ. അതെ അതെ അതെ. TKM സ്കൂൾ മാത്രമല്ല, ഇത്തവണ നമ്മൾ സെന്ററും എന്ത് ചെയ്തു, കൊല്ലത്തിന് സൈലത്തിന്റെ ഹൈബ്രിഡ് ക്യാമ്പസും ഈ വർഷം പുതുതായിട്ടുണ്ട്. ഏറ്റവും സന്തോഷത്തോടുകൂടെ സൈലത്തെ കൊല്ലം ജില്ല ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ മോനിലേക്ക് കിടക്കാം. പ്രസന്റ് സൈലം ഇന്റർമീഡിയറ്റ് സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തതാണ്. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ടോട്ടലി ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണ് സൈലത്തിൽ നിന്ന് കിട്ടുന്നത്. ആണോ നോക്കുന്നത്? നീറ്റാണ് നോക്കുന്നത്. അതായത് 2027 നീറ്റ് എഴുതി ഡോക്ടർ ആകാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഡോക്ടറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും മോൻ അടിപൊളിയായിട്ട് പഠിക്കുക, തകർക്കുക അല്ലെ? വളരെ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഞങ്ങളെ കേൾക്കുന്ന പാരൻസ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അവൻ ആദ്യമായി 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പബ്ലിക് ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. 2 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ ആരാവണം, എനിക്ക് MBBS കിട്ടണമെന്ന് തീരുമാനിച്ച് ഈ വെക്കേഷൻ സമയം തന്നെ സൈലം സ്കൂളിലേക്ക്, സൈലത്തിൻ്റെ സ്കൂളിലെ നീറ്റ് ബാച്ചിലേക്ക് അവൻ വന്നിരിക്കുകയാണ്. കൊല്ലം അടിപൊളിയായി